beyond being religious. പക്ഷേ അവൻ അതിനേക്കാളെല്ലാം ഒത്തിരി ഉയരങ്ങളിലേക്ക് സഞ്ചരിച്ചു. You see, it's good to pray. അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. It's good to receive the sacraments. അവൻ വളരെ നല്ല ഈ It's good to read your Bible. അവൻ വചനം വായിക്കുമായിരുന്നു. It's good to be religious. സോറി, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയായിരുന്നു. വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആത്മീയരായിരിക്കുന്നതും വളരെ നല്ലതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. God wants us to go being religious. Beyond that, ദൈവം ഇതിനേക്കാളെല്ലാം അപ്പുറം നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. He wants us to be open to His Spirit. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പരിപൂർണ്ണ തുറവിയുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. This is what Mary did. ഇതാണ് മാതാവ് ചെയ്തത്. This is what Joseph did. ഇതാണ് ജോസഫ് ചെയ്തത്. Mary said, I'm the handmaid of the Lord. മാതാവ് പറഞ്ഞു, ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി. Let it be done unto me according to your will. അങ്ങയുടെ വചനം പോലെ എന്നിലാവട്ടെ. Joseph took Mary home. ജോസഫ് മാതാവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി and made him his wife. അവളെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. Friends, I'm coming to an end of my talk. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ സംഭാഷണത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. And I want to emphasize, ഇതാണ് ഞാൻ വീണ്ടും ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. God is faithful. ദൈവം വിശ്വസ്തനാണ്. So He wants to refine our thinking. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നവീകരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. To know that He is faithful. അവിടുന്ന് വിശ്വസ്തനാണെന്ന് അറിയുവാനായിട്ട്. He will keep His promises. അവിടുത്തെ വാഗ്ദാനങ്ങൾ അവൻ പാലിക്കും. Above all, ഇതിനേക്കാളെല്ലാം ഉപരിയായി He wants to work through you and me. അവൻ നിങ്ങളിലൂടെയും എന്നിലൂടെയും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. To prove to the whole world അങ്ങനെ ഈ ലോകത്തോട് മുഴുവൻ വെളിപ്പെടുത്താൻ that He is faithful. അവൻ വിശ്വസ്തനാണെന്ന്. He was faithful to Abraham. അവൻ അബ്രഹാത്തിനോട് വിശ്വസ്തനായിരുന്നു. He was faithful to Isaac. അവൻ ഇസഹാക്കിനോട് He was faithful to Jacob. അവൻ യാക്കോബിനോട് വിശ്വസ്തനായിരുന്നു. He was faithful to Jeremiah. അവൻ ജെറമയായോട് വിശ്വസ്തനായിരുന്നു. He was faithful to Isaiah. അവൻ ഐസയായോട് He വിശ്വസ്തനായിരുന്നു. was faithful to Mary. അവൻ മേരിയോട് He was വിശ്വസ്തനായിരുന്നു. faithful to Joseph. ജോസഫിനോട് He വിശ്വസ്തനായിരുന്നു. will be faithful to you. അവൻ നിങ്ങളോടും വിശ്വസ്തനായിരിക്കും. He will be faithful to you. അവൻ നിങ്ങളോടും വിശ്വസ്തനായിരിക്കും. Don't give up on yourself. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. And say, I'm only a youth. ഒരിക്കലും പറയരുത് ഞാൻ വെറും ഒരു I ബാലനാണെന്ന്. cannot speak. എനിക്ക് സംസാരിക്കാൻ അറിയയില്ല എന്ന് He പറയരുത്. says, I will be with you അവൻ പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, until the end of the age. യുഗാന്ത്യം വരെയും. And so I ask you right now, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, who are you building your life on? നിങ്ങൾ ആരിലാണ് നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തുന്നത്? And there's a beautiful scripture I want to end with. ഒരു വളരെ മനോഹരമായ ഒരു സുവിശേഷ ഭാഗം വായിച്ചാണ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. From Matthew chapter 7. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം. It says, everyone, verse 24. 24-ാമത്തെ വാക്യം. Everyone who listens to these words of mine and acts on them എൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും will be like a wise man വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും. who built his house on rock. പാറപ്പുറത്ത് വീട് പണിത മനുഷ്യനെ പോലെ. It says the winds blew, കാറ്റടിച്ചു, the rain fell, മഴ പേമാരി the ഉണ്ടായി, floods came വെള്ളപ്പൊക്കമുണ്ടായി, and buffeted the house. അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. But it did not collapse. പക്ഷേ അത് തകർന്നില്ല. It had been set on solid rock. കാരണം അത് ഉറപ്പേറിയ പാറമേൽ പണിതതായിരുന്നു. But everyone who listens to these words പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്നവർ and does not act on them എന്നിട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ will be like a fool അവരൊരു വിഡ്ഢിയെ പോലെ ആയിരിക്കും. who built his house തന്റെ ഭവനം on sand. ഒരു മണലിന്മേൽ പണിത It വ്യക്തിയെ says the പോലെ. winds came, കാറ്റടിച്ചു, the gale blew, the floods came, വലിയ കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, but it collapsed. പക്ഷേ അത് തകർന്നുപോയി. The house collapsed ആ ഭവനം തകർന്നുപോയി. like this pot. ഈ ഒരു ചട്ടി പോലെ It's broken. അത് തകർന്നുപോയി. It's shattered. തകർന്നുപോയി, നിശേഷം തരിപ്പണമായി പോയി. What are you building your faith on? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം എന്തിന്മേലാണ് പണിതിരിക്കുന്നത്? What are you building your house on? നിങ്ങളുടെ ഭവനം നിങ്ങൾ എന്തിന്മേലാണ് പണിതിരിക്കുന്നത്? Is it on fame? Do you want to be famous? നിങ്ങൾക്ക് വളരെ പ്രശസ്തനാകണമെന്നതാണോ നിങ്ങളുടെ ആഗ്രഹം? Is it on money, wealth? അത് നിങ്ങൾ കാശിന് വേണ്ടിയാണോ, സമ്പത്തിന് വേണ്ടിയാണോ? Is it on your beauty, your talents? നിങ്ങളുടെ ഭംഗിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളിലോ ആശ്രയിച്ചാണോ? If you build your faith on these things, ഇതിലൊക്കെ ആശ്രയിച്ചാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പണിതിരിക്കുന്നത്, they will crush.
അത് തകർന്നു പോകും. like this, ഇതുപോലെ into pieces. കഷ്ണമായി പോകും. But if you build your faith പക്ഷേ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പണിയുന്നത് on the faithfulness of God, ദൈവത്തിന്റെ വിശ്വസ്തതയിലാണെങ്കിൽ, oh, the wind will blow, തീർച്ചയായും കാറ്റടിക്കും, the floods will come, വെള്ളപ്പൊക്കം ഉണ്ടാവും, but your house will stand strong. പക്ഷേ നിങ്ങളുടെ ഭവനം അപ്പോഴും വളരെ തകരാതെ തന്നെ ഇരിക്കും. It will not fall. ഒരിക്കലും താഴെ വീഴില്ല. Maybe as I speak to you right now, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ your life is like this, ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം. shattered, തകർന്നതായിരിക്കാം, broken ആകെ തരിപ്പണമായതായിരിക്കാം, by sin, പാപം മൂലം, by pain, വേദനകൾ കൊണ്ട്, by anger, ദേഷ്യം മൂലം, by disappointment, നിരാശ കൊണ്ട്, whatever it is. അതെന്തായാലും Jesus ഈശോ wants to set you free നിങ്ങളെ സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുന്നു. and give you purpose. നിങ്ങൾക്കൊരു നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി വെളിപ്പെടുത്താൻ അവിടെ Let's renew our commitment to the Lord. നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ ഒരു സമർപ്പണത്തെ നവീകരിക്കാം. Would you please stand on your feet? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാമോ? Raise your two hands. നിങ്ങളുടെ രണ്ട് കരങ്ങളും ഉയർത്തുക. Surrender to God. ദൈവത്തിനോട് സമർപ്പിക്കുക. Think of the faithfulness of God. ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ചിന്തിക്കുക. And all you're telling the Lord, ഇതാണ് നമ്മൾ ദൈവത്തോട് പറയുന്നത്. like Mary, മാതാവിനെ പോലെ, let it be done unto me അവിടുത്തെ വചനം പോലെ എന്നിലാകട്ടെ. according to your word. അവിടുത്തെ വചനം പോലെ എന്നിലാവട്ടെ. So Lord, we look not on our own faithfulness, ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ വിശ്വസ്തതയിലേക്ക് നോക്കുന്നു. but we look to your faithfulness. ഞങ്ങളുടെ അവിശ്വസ്തതയിലല്ല, അവിടുത്തെ വിശ്വസ്തതയിലേക്ക് ഞങ്ങൾ നോക്കുന്നു. Thank you that you want to refine us this day. കർത്താവേ, അങ്ങ് ഞങ്ങളെ നവീകരിക്കുവാൻ, ഇന്ന് ഞങ്ങളെ നവീകരിക്കുവാൻ ആഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you that you want to purify us this day. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഇന്ന് വിശുദ്ധീകരിക്കുമെന്നുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി Lord, we പറയുന്നു. no longer want to live for ourselves, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് ഒട്ടും ആഗ്രഹിക്കുന്നില്ല, but we want to live for you പക്ഷെ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. and for you alone. അങ്ങേക്ക് വേണ്ടി മാത്രം. Pour out your spirit അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. upon us. ഞങ്ങളിലേക്ക് അവിടുത്തെ We പരിശുദ്ധാത്മാവിനെ give you our വർഷിക്കണം. minds. We give you our minds. ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു. We give you our hearts. ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. We give you our soul. ഞങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. We give you our whole being. ഞങ്ങളുടെ മുഴുവൻ ശരീരത്തെയും ഞങ്ങളുടെ മുഴുവൻ ആത്മാവിനെയും ഞങ്ങൾ അങ്ങേക്ക് We സമർപ്പിക്കുന്നു. give you our past. ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ഞങ്ങൾ We give സമർപ്പിക്കുന്നു. you the present moment. ഞങ്ങളുടെ ഇപ്പോഴുള്ള ഈ സമയത്തെ ഞങ്ങൾ And സമർപ്പിക്കുന്നു. even the future. ഞങ്ങളുടെ ഭാവിയെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. We ask you to be Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. Wherever we are broken, ഞങ്ങൾ എവിടെയൊക്കെ തകർന്നിരിക്കുന്നുവോ we ask you to come and heal us. അവിടെയെല്ലാം അങ്ങ് കടന്നു വന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Restore us. ഞങ്ങളെ അങ്ങ് പുനരുദ്ധരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Fill our lives with joy കർത്താവേ, ഞങ്ങളുടെ ജീവിതം അവിടുന്ന് സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. for your greater glory. അങ്ങയുടെ ഉപരി മഹത്വത്തിന് വേണ്ടി അങ്ങ് ഇത് ചെയ്യണമേ. I want you to thank the Lord right now. ഞാൻ ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. Praise him in your own words. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. Thank you, Jesus. Thank you, Praise Jesus. you. Praise you, Lord. Hallelujah. ദൈവമേ, ഞങ്ങൾ അങ്ങയെ Hula la la സ്തുതിക്കുന്നു. la ba ba ba. Hallelujah. Hallelujah. Uri bi 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 Hallelujah. ri na 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 na. We turn to you, O God. Hura ra ba 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 ba. Mashikiri bu bo 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 ro sun to 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 bo 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 bo. Lord, receive the commitment of each one of these children of yours, Lord. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന ഈ ഓരോ കുഞ്ഞുങ്ങളുടെയും സമർപ്പണം അങ്ങ് സ്വീകരിക്കണമേ കർത്താവേ. Receive the praise of your children this day. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഈ സ്തുതികൾ അങ്ങ് സ്വീകരിക്കണമേ. Be glorified in their lives, O God. കർത്താവേ, ഇവരുടെ ജീവിതത്തിലൂടെ അങ്ങ് മഹത്വപ്പെടണമേ. Prove your faithfulness, O God. കർത്താവേ, അങ്ങയുടെ വിശ്വസ്തത അങ്ങ് വെളിപ്പെടുത്തണമേ. That they will remain firm in their faith, Lord. കർത്താവേ, അങ്ങയുടെ വിശ്വസ്തയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. And never be shaken by anything, Lord. ഒന്നും ഞങ്ങളെ ഇളക്കാതിരിക്കട്ടെ. Thank you, Jesus. Thank you, Lord. Thank you, Lord. Jesus. Thank you, Praise Jesus. be to your Praise name. you, Lord. ദൈവമേ, ഞങ്ങൾ അങ്ങയെ Hallelujah. സ്തുതിക്കുന്നു. Hallelujah. Thank you, Jesus. Thank you, Jesus. Praise you, Amen. Jesus. Amen. Amen.